ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. നമുക്ക് എന്നുമുള്ള ഒരു ടെൻഷനാണ് ഇന്നത്തെ കറി എന്തായിരിക്കുന്നു. ചില സമയത്ത് നമ്മളുടെ വീട്ടിൽ ഒരു വെജിറ്റബിൾസും ഇല്ലെങ്കിൽ കൂടി നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. 2 പച്ചമുളക് ഉണ്ടായാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതുപോലത്തെ ഒരു വലിയ പച്ചമുളകാണ്. അപ്പോൾ ഇതിന് ഒരുപാട് എരിവുള്ള മുളകല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് അതിലേക്ക് ഉപ്പ് പരട്ടിയിട്ട് ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തതിന് ശേഷം മാത്രം കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പച്ചമുളകാണെങ്കിൽ ഞാൻ കാണിക്കുന്ന രീതിയിൽ ചെയ്താൽ മതിയാകും. നോർമൽ പച്ചമുളകാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു എന്താ പറയുക, മൺപാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ജീരകം, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. അതിന് ശേഷം അത് മൂത്തതിന് ശേഷം ഞാൻ കുറച്ച് വറ്റൽമുളകും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സവാളയും കൂടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിന് ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാൻ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ. ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പും മുളകും പുളിയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ വന്നിട്ട് നമ്മളുടെ കായത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മുളകിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ പച്ച സ്മെല്ല് ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വന്നിട്ട് നമുക്ക് തക്കാളിയാണ്, ഞാനിവിടെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തക്കാളിയും കൂടിയിട്ട് ഇട്ടിട്ട് ഞാനൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, ആ എണ്ണയിലൊക്കെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തക്കാളി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. മൺപാനയിൽ വെക്കുമ്പോൾ എപ്പോഴും മോരൊഴിക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അതൊരു ടിപ്പാണ്, നിങ്ങളതൊന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഗൾഫിൽ കിട്ടുന്ന മോരൊക്കെ ഇതുപോലത്തെ നല്ല കട്ടിയുള്ള മോരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങനെ ഞാൻ ഡയറക്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ തൈരാണെങ്കിൽ തൈര് വന്നിട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മോരുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ മോരാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ലാസ്റ്റ് ഇറക്കുന്നതിന് മുന്നേ ഞാൻ വന്നിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് കയ്യിൽ ഞെരടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ വെച്ചിട്ട് ഉച്ചയ്ക്ക് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോഴാണ് മുളകിൻ്റെ ഉള്ളിലേക്കൊക്കെ മോരിൻ്റെ പുളിയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവുക. അതല്ലെങ്കിൽ തലേദിവസം വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം കഴിക്കണം. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കുറച്ച് തോരനൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ഓൾ. ബൈ, ടേക്ക് കെയർ.